ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ ഒരു വാഗ്ദാനവും പ്രതീക്ഷയുമാണ് ഇന്ന് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് കർത്താവ് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. ഞാനും നിങ്ങളും ഒരിക്കലും അന്ധകാരത്തിലേക്ക് വീണുപോകില്ല. നമുക്ക് നമ്മുടെ ജീവിത വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ പല മേഖലകളുണ്ട്. മുന്നോട്ട് യാത്ര ചെയ്യാനാവാത്ത വിധത്തിൽ ഇരുട്ടിൻ്റെ തലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ കർത്താവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അന്ധകാരത്തിൻ്റെ തലം ഉണ്ടാവുകയില്ല എന്ന്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശമായ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങ് അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുവാൻ പ്രകാശത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകാൻ ഇടയാകണമേ. ഈശോയുടെ ജനനസമയത്തും ഈശോയാകുന്ന വലിയ പ്രകാശത്തെക്കുറിച്ചാണ് മാലാഖമാർ ആട്ടിടയരെ അറിയിച്ചത്. സന്തോഷത്തിൻ്റെ പ്രകാശധാരയുടെ വഴികളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സ്വർഗീയ രാജ്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് എത്തേണ്ടതിന് അവരിലുള്ള വിശ്വാസം നമുക്ക് ഉറപ്പിക്കാം. ഈശോയെ, അങ്ങയുടെ വലിയ കരുണയും കരുതലുമെല്ലാം നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക്